വികസനത്തിന് ഭൂമി വിട്ടു നൽകാത്ത ഭൂവുടമകളെ മാറ്റി നിർത്തി റോഡ് മാതൃകാ രീതിയിൽ വികസനം നടത്തി കയ്യടി നേടി AP നസീമയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയും കൗൺസിലർ അബ്ദുസലാം മാസ്റ്ററും ഏറ്റവും വലിയ വികസനങ്ങളിലൊന്നായ തിരൂർ TB റോഡ് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പുതിയ നാമധേയത്തിൽ നാടിന് സമർപ്പിച്ചു. തിരൂർ നഗരത്തിലെ ഏറ്റവും വലിയ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നതും ദിനേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതുമായ ജില്ലാ ആശുപത്രി അടക്കം സ്ഥിതി ചെയ്യുന്ന തിരൂർ TB റോഡ് എന്നറിയപ്പെടുന്ന സിറ്റി ജംഗ്ഷൻ മുതൽ തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര വരെയുള്ള റോഡ് കാലാകാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. റോഡ് വീതിയില്ലാത്തതും ഈ റോഡിന്റെ മറ്റൊരു ശാപമായിരുന്നു. എന്നാൽ ഭരണത്തിൽ വന്ന AP നസീമയുടെ നേതൃത്വത്തിലുള്ള UDF മുന്നണി ഇതിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്നു പോയ അല്ലെങ്കിൽ ഞങ്ങൾ ഭരണസമിതി നിലവിൽ വരുന്ന സമയത്ത് ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റം. ഇത്രയും അധികം സ്ഥലം, ഏതാണ്ട് കോടിക്കണക്കിന് വില മതിക്കുന്ന ഏതാണ്ട് 35-ൽ കൂടുതൽ സെന്റ് സ്ഥലം പൊതുജനങ്ങൾ സ്വമേധയാ നഗരസഭയ്ക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു അവസരത്തിൽ അവരെ വളരെ ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ റോഡിൻ്റെ പേര് ഇന്ന് ഡോക്ടർ K ആലിക്കുട്ടി സ്മാരക റോഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന്റെ നിർമ്മാണവുമായി ഇതിന്റെ വീതി കൂട്ടലുമായി ബഹുമാന്യനായ സലാമാഷ് ആദ്യമായി സമീപിക്കുന്നത് നമ്മുടെ വാർഡ് കൗൺസിലർ അബ്ദുസലാം മാസ്റ്ററുടെ ശക്തമായ ഇടപെടൽ കൂടിയായപ്പോൾ പ്രദേശവാസികൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകുകയും ഇതോടെ റോഡ് വീതി കൂട്ടി ടാർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്രദേശത്തെ ചില ഭൂവുടമകൾ ഈ വികസനത്തിന് ഭൂമി വിട്ടു നൽകാത്തതിനാൽ കുറച്ചുകാലം പ്രവൃത്തി നടക്കാതെയായെങ്കിലും പിന്നീട് ഇവരെ മാറ്റി നിർത്തി കിട്ടിയ സ്ഥലത്തിലൂടെ റോഡ് വികസനം നടപ്പിലാക്കി കയ്യടി നേടിയിരിക്കുകയാണ് AP നസീമയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയും കൗൺസിലർ സലാം മാസ്റ്ററും. തിരൂരിന്റെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ ആലിക്കുട്ടിയുടെ പേരിലാണ് പഴയ TB റോഡ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനമാണ് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് നിർവഹിച്ചത്. എല്ലാ പ്രമുഖ വ്യക്തികളും അണിനിരന്ന രീതിയിൽ പറഞ്ഞ പോലെ ഏറെ സന്തോഷത്തോടുകൂടി നാട്ടുകാർക്ക് ഒരു വലിയ സൗകര്യം ഇവിടെ നഗരസഭ കൂട്ടിക്കൊടുക്കുന്നത്. ഇടുങ്ങിയ ഈ റോഡ് വളരെയധികം ബുദ്ധിമുട്ടി വരുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്താണ് എല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളും ബാക്കിയുള്ളതും കാര്യങ്ങളും രീതിയും അതുപോലെല്ലാം. അതിപ്പോൾ ഇത്ര വീതി കൂട്ടി മനോഹരമായി ആളുകൾക്ക് വളരെ സൗകര്യമുള്ള രീതിയിലാക്കി ഉദ്ഘാടനം ചെയ്യാൻ ഇടയായ സന്തോഷമുണ്ട്. ഞാനത് ഉദ്ഘാടനം ചെയ്തായി കൂടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നഗരജീവിതത്തിൻ്റെ പ്രധാന ഒരു കവാടവും അതുപോലെ തന്നെ ഇവിടുത്തെ നഗരസഭയുടെ ഒരു മുഖമുദ്രയുമാണ് ഈ റോഡ്. ഈ റോഡ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇങ്ങനെ സൗകര്യമാക്കിയത് ഒരു വലിയ അധ്വാനത്തിൻ്റെ ഫലമാണ്. ചെയർപേഴ്സണും അതുപോലെ തന്നെ അവരുടെ കൗൺസിലും അതിന് അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ ഇതിനോട് സഹകരിച്ച MLA അതുപോലെ തന്നെ മറ്റെല്ലാവരെയും അവരൊക്കെ പ്രശംസ അറിയിക്കുന്നുണ്ട്. AP നസീമ അധ്യക്ഷയായ ചടങ്ങിൽ വൈസ് ചെയർമാൻ രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു. കുറുക്കോളി മൊയ്തീൻ MLA, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, പ്രതിപക്ഷ നേതാവ് S ഗിരീഷ്, അഡ്വക്കേറ്റ് ഹംസക്കുട്ടി, തിരൂർ സബ് കളക്ടർ, തിരൂർ DYSP, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.